കഴിഞ്ഞ ദിവസം ബാലചന്ദ്ര മേനോൻ ഒരു കമന്റ് പറഞ്ഞിരുന്നു. സിനിമാ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാൻ പ്രേക്ഷകന് കൂടി തോന്നണ്ടേ എന്ന്. മധുവിധു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള എന്നാൽ രണ്ടുപേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹണിമൂൺ പീരീഡിനെ പറ്റിയുള്ള സിനിമയാണെന്നൊക്കെ തോന്നും. ഒരു ഫീൽ ഗുഡ് വൈബുണ്ട് ഈ സിനിമയ്ക്ക്. കല്യാണി പണിക്കരുടെ ഡെബ്യൂ ആണെന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഷർഫുദ്ദീനുണ്ട്, സഞ്ജു ഉണ്ട്, അസീസൊക്കെയുണ്ട്. വളരെ യങ് ആയിട്ടുള്ള ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഈ സിനിമയെ ബാക്ക് ചെയ്യുന്നുണ്ട്. സിനിമയെ പറ്റി സംസാരിക്കാൻ ഇവരെല്ലാവരുമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും അധികം ആക്സെപ്റ്റൻസ് ഉള്ളൊരു നടിയുടെ മകൾ ഡെബ്യൂ നടത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. കോമഡി ചെയ്യുമോ കല്യാണി? അല്ലെങ്കിൽ ഇമോഷണൽ ആർക്ക് എങ്ങനെയായിരിക്കും കല്യാണി ചെയ്യുന്നത്? അല്ലെങ്കിൽ കല്യാണി എങ്ങനെയായിരിക്കും നായകനായിട്ടുള്ള കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെയുള്ള ചിന്തകളൊക്കെ കല്യാണിയുടെ ഉള്ളിലും പോയിരുന്നു ആദ്യമായി ഒരു സിനിമ ഡെബ്യൂ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും സിനിമ എന്ന് ആഗ്രഹം വെക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു. ആ ആം, ഒന്ന് അത് എന്താ പറയാ നാച്ചുറൽ ആണ്. ആ ആ പ്രേക്ഷകരുടെ ഇടയിൽ ബിന്ദു പണിക്കരുടെ മകൾ എന്ന് ആ പറയുമ്പോ ഇപ്പൊ ഒരാളൊരു അഭിപ്രായം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് തന്നെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും. ഉം. അമ്മയുടെ അത്രയും വന്നിട്ടില്ല, ആ, അല്ലെങ്കിൽ ആ, കുഴപ്പമില്ല, തിരക്കേടില്ല, ആ. അമ്മയുടെ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ. ഇപ്പോഴും അമ്മ എന്നുള്ളത് അമ്മയാണ് എന്റെ, ബെഞ്ച് മാർക്ക്. അതെ അതെ, ആ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഉം, ഉം, ഉം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ചെയ്യുമ്പോ മോശമില്ല. ഉം, ഇപ്പൊ അമ്മയുടെ ഒരു അഭിനയം എന്താ പറയാ കമ്പയർ ചെയ്യാ അല്ലെങ്കിൽ അതിനെ ഉം, ഇതാക്കി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഞാൻ ഒരിക്കലും ഉം, എനിക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഉം, ബിക്കോസ് ഉം, അത് ഉം, വേറെയാണ്. ഉം, ഉം, പിന്നെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റാതെ പ്രേക്ഷകർ നല്ലത് പറയാ, ഉം, അല്ലെങ്കിൽ അമ്മയുടെ എന്തൊക്കെയോ ആ കുട്ടിക്ക് ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഉം, 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 ഉം. അതുകൊണ്ട് സന്തോഷമുള്ളൂ. ആൾക്കാർ അങ്ങനെ പ്രതീക്ഷ വെക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ അത് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങനെ എടുത്തിട്ടില്ല. ഈ ഒരു ഫേവറിസം കൂടി വർക്ക് ആവുമല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ കാലം മലയാളി കണ്ടിട്ടുള്ള മലയാളി എത്രയോ ഡെയിലി ലൈഫിലൊക്കെ പറയുന്ന ഡയലോഗുകളുടെയൊക്കെ ഒരു ഉറവിടമാണ് ഈ ബിന്ദു അതെ അതെ പണിക്കർ. അപ്പോൾ അതെ. ആ വിധത്തിൽ ആളുകളുടെ ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ ബിന്ദു പണിക്കരുടെ മകൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ ആ സ്നേഹം കൊണ്ട് ടിക്കറ്റ് എടുക്കുക. ആ വിശ്വാസവും ഉണ്ടോ? ഉണ്ട്. ആ. എന്റെ അമ്മയോടുള്ള ഒരു സ്നേഹം എന്നോട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജു, ഇപ്പൊ സഞ്ജുവിന്റെ ഈ റീൽസ് ഒക്കെ കാണുമ്പോഴേ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉള്ളതായിട്ട് തോന്നാറുണ്ട്. ഉം. ഇപ്പം മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് നല്ല അടിപൊളി ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. സെയിം ഇന്നസെന്റ് അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സംസ്കൃതിയിൽ അവരെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇപ്പൊ തലക്കെട്ട് കെട്ടിയാൽ അവർ ആനക്കാരാവും, അതെടുത്ത് തോളത്തിട്ടാൽ അവർ കാര്യസ്ഥനാവും, അതെടുത്ത് വിരിച്ചിട്ടാൽ അവർ ശാന്തിക്കാരനാവും. അങ്ങനെ എളുപ്പത്തിൽ അതിനെ ഒരു തോർത്തുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ആ വിധത്തിലൊരു സ്കിൽ സെറ്റ് ഉണ്ട് സഞ്ജുവിന്. ഇപ്പൊ വേണമെങ്കിൽ ഒരു MVD ഓഫീസർ ആക്കാം, അതേ ആളെ തന്നെ പോലീസ് ഓഫീസർ ആക്കാം, അതേ ആളെ തന്നെ തഹസിൽദാരാക്കാം. ആ ഒരു എളുപ്പമുണ്ട്. ഇത് ആളുകൾ പറയാറുണ്ടോ എല്ലാത്തിലും ഫിറ്റ് ഇൻ ആവുന്നുണ്ട് എന്നുള്ളത്? അങ്ങനെ ആരും പറയാറുണ്ട്. ആ പക്ഷെ അടുത്ത സുഹൃത്തുക്കളാണ് കൂടുതലും ആ പറയാറുള്ളത്. ആ ആ ആ പിന്നെ ജിപേ ചെയ്ത് കൊടുത്ത് അതെ, ഗൂഗിൾ പേ കൊടുത്ത് അതെ, പറയിപ്പിക്കും ഗൂഗിൾ ഞാൻ. പേ. നന്ദിയുണ്ട് നന്ദിയുണ്ട്. നന്ദിയുണ്ട്. പിന്നെ വീഡിയോയുടെ താഴെ കമന്റും കാര്യങ്ങളും ഒക്കെ ആ, ആ, വരാറുണ്ട്. ആ, ആ. വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറെ കണ്ടന്റ്സ് നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അതെ, ഇപ്പൊ അങ്ങനത്തെ ഓൺലൈൻ മാധ്യമങ്ങളുടെ മൊബൈലിലെ ആംഗിളുകളെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഭയങ്കര ഫൺ ടേക്ക് അതെ ആയിരുന്നു. അതെ അത് അതെ അതിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കാണുന്ന ആളുകൾക്കാണ് തമാശ. അതെ അതെ. അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്നത് ആ റെലവൻസ് വെച്ചിട്ടാണോ അതോ ആ സ്പോട്ടിൽ തോന്നിയിട്ട് അങ്ങനെ വരുന്നതാണോ? അല്ലേട്ടാ, അത് കറണ്ട് സിറ്റുവേഷനിൽ എന്താണോ ആ സമയത്ത് വൈറലായി നിൽക്കുന്നത്, ആ അത് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് അപ്പൊ കറണ്ട് സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പൊ അത് ഉം, പിടിച്ചിട്ടാണ് നമ്മൾ അന്ന് ആ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇതുമായി ഉം, ബന്ധപ്പെട്ട് എന്തോ വൈറലായിരുന്നു. ഉം, 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 അപ്പൊ അങ്ങനെ ചെയ്ത ഇതാണ് ആ ഇത്. ഉം, ഉം, ഉം. ഇപ്പോ സിനിമയിലേക്ക് അഭിനയിക്കുന്ന സമയത്തെ ഇപ്പം റീലിന്റെ പലപ്പോഴുള്ള മീറ്റർ ഉണ്ടല്ലോ. അതായത് റീലിന് ഒരു ക്ലൈമാക്സിനൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ഡയലോഗുകൾ ഒന്ന് കയറ്റി പറയേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ കുറച്ച് ലൗഡ് ആക്കേണ്ടി വരും. സിനിമയിൽ അങ്ങനെയല്ലല്ലോ, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ എപ്പോഴും. ആ സിനിമ അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രം മാനറിസങ്ങളൊക്കെ കുറച്ച് ഒതുക്കുക, സട്ടിലാവുക, അങ്ങനത്തെ ശ്രമങ്ങളുണ്ടോ? സിനിമയും നമ്മൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ആ ഇപ്പം റീലായാലും യൂട്യൂബിലെ കണ്ടന്റ് വീഡിയോ ആയാലും ഒക്കെ കുറച്ച് ഓവർ ഇച്ചിരി ഇതായിട്ട് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടെ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഫിക്ഷൻ ടൈപ്പ് പരിപാടികളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. ഉം, ഉം, പക്ഷെ ഉം, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഓവർ ആക്കേണ്ട കാര്യമില്ല. ഒരു ഉം, മീഡിയം രീതിയിൽ ചെയ്താൽ മതിയെന്നാണ്. പിന്നെ നമ്മളൊക്കെ അഭിനയിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞു തരും. അസീസൊക്കെ ആയാലും ഷർഫൊക്കെ ആയാലും ജഗദീഷ് ചേട്ടനൊക്കെ ആയാലും പറഞ്ഞു തരും. ഉം, അത്രയും വേണ്ട, നമുക്കൊരു മീഡിയം രീതി പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തരും. ഉം, അതൊക്കെ ഭയങ്കര ഉപകാരമാണ്. ഓക്കെ. നമ്മൾ ഇത്രയും നേരം ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആക്ടിങ് സ്കിൽ സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു ഞാൻ ഇത്ര നാൾ നിനക്ക് പറഞ്ഞില്ലേ, ഇനി നീ എനിക്ക് പറഞ്ഞു. അതൊക്കെയല്ലേ പറഞ്ഞു അതടാ ഇത് പറഞ്ഞു അതായത് ഇതിനകത്ത് നമ്മളില്ലേ? 2 തരം സെറ്റുകളാണുള്ളത്. ഇതിൽ ഒന്ന്
ബിന്ദു പണിക്കർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ് ആണ്. എന്റെ ദൈവമേ. ഒന്ന് സായി കുമാർ പറഞ്ഞ വളരെ ഫേമസ് ആയ ഡയലോഗ്സ് അയ്യോ സായിച്ചേട്ടൻ്റെ ഇപ്പൊ സായി ചേട്ടന്റെ ഡയലോഗുകൾ പറയുന്നത് സഞ്ജു ആണ്. ബിന്ദു പണിക്കരുടെ ഡയലോഗ് പറയുന്നത് കല്യാണി പണിക്കരാണ്. ഓക്കെ, അതായത് ഞാൻ ആ ഡയലോഗ് ആക്ട് ചെയ്ത് കാണിക്കണം. യെസ്, അതെ. അതായത് ഒരു ഡയലോഗിന് മറുപടി ആയിട്ടാണ് മറ്റൊരു ഡയലോഗ്. രണ്ടും ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകളാണ്. ഈ ഡയലോഗിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഞ്ജുവിന് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ സിനിമകളിലാണ് അത് എന്നുള്ളത് ഞാൻ ബ്രാക്കറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ മോഡുലേഷനിൽ വേണം പറയാൻ. അത് ആ ഡയലോഗ് വായിക്കുമ്പോൾ മനസ്സിലാവും. വായം കൊണ്ട് പറയാം. യെസ്, ഇത് വായിച്ചിട്ട് അത് ആക്ട് ചെയ്താൽ മതി. വായിച്ചാൽ മതി. ഇതിൽ സാധനം എളുപ്പം. ഇവിടെ ബിന്ദു പണിക്കരുടെ ഡയലോഗുകളുണ്ട്. ഇത് ഏത് സിനിമയിലത്തെയാണെന്ന് എഴുതിയിട്ടില്ല, പക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് അതേ എക്സ്പ്രഷനിൽ പറയാം. അപ്പൊ ഈ ഡയലോഗിന് ഉത്തരമായിട്ടായിരിക്കും ഈ ഡയലോഗ് വരിക. രണ്ട് സിനിമകളുടെ ഡയലോഗാണ്. നമുക്ക് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ ഒരു സ്കിൽസ് ഞാൻ തന്നോട്ടെ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞേള്ളൂ ബിന്ദു പണിക്കരെ പോലെ പറയാം. അതല്ല Just ഒന്ന് നോക്കട്ടെ. എനിക്കറിയാവുന്നതാണല്ലോ. 5 ഡയലോഗുകളാണ്. ഇവിടെ നിന്നൊരു ഡയലോഗിന് ഉത്തരം അവിടെ ഉണ്ടാവും. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, കല്യാണി തുടങ്ങിക്കോളൂ. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനല്ല യമുനിക്ക, കുശൻ തന്നെ വേണം, കുതിച്ചു പോകണം. നീ കൊള്ളാലോടി കൊച്ചേ. അത് സുകുമാരൻ സാറ് അതുണ്ട്. ഉണ്ടല്ലോ. കുഞ്ഞിക്കുനല്ലേ? വാസോണ്. ഓക്കെ, അടുത്തത് സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇനി മുതൽ നീ മുത്തല്ല, മാണിക്യമാണ്, രാജമാണിക്യം. ഓക്കെ, അടുത്തത് സഞ്ജേട്ടാ. പിന്നെ വയറിംഗ് ഇല്ലാത്തൊരു ഫോൺ. വയറിംഗ് ഇല്ലാത്തതുകൊണ്ട് അതിന് വില കുറവായിരിക്കും. ഇവനാ ഇത് വാങ്ങിയത്. അതിനൊക്കെ ആളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇവൻ അഭിനയിച്ചത്. പോടെ പറ്റി, ഇത്ര നാളായിട്ട് നിന്റെ അസുഖമൊന്നും മാറിയില്ല അല്ലേ? അറിയാതെ ചെയ്തതല്ലേ, അബദ്ധം. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ. ചേട്ടാ, ഇനി എന്നെ ഡ്രൈവർ ചെയ്യോ? നീ ആവശ്യപ്പെടുന്ന എന്ത് ഞാൻ തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് എന്ത് ഞാൻ അയ്യോ, അത് ഐക്കോണിക്. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ വാങ്ങിത്തരും. ആകാശത്തിന് കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും പിരികം ഞാൻ ജഗന് വാങ്ങിത്തരും. ലാസ്റ്റ് വന്നപ്പോ ലാലേട്ടനായില്ലേ? ഞാൻ 2 ക്യാരക്ടറും ചെയ്തു. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കല്യാണിക്ക് 5 മാർക്ക്, കുഴപ്പമില്ല. എനിക്ക് 3. നിനക്ക് 5 തന്നെ. അല്ല ഇത്രയും പറഞ്ഞു സഞ്ജേട്ടാ. കൊണ്ടുവച്ചിട്ട് തോറ്റോനാ.